നമസ്കാരം. ഏതും ഫ്ലിക്കിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് സിനിമ അപ്ഡേറ്റുകളാണ്. അതിന് മുന്നേ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥന ഉണ്ട്. നിങ്ങൾ സബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ് ചെയ്യുക, സഹകരിക്കുക. നിങ്ങളെ സബ് എന്നെപ്പോലെ ഒരു സാധാരണ യൂട്യൂബർക്ക് മുന്നോട്ട് പോകാൻ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ദയവായി സബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. AR മുരുകദാസിൻ്റെ സംവിധാനത്തിൽ ശിവകാർത്തികേയൻ നായകനാകുന്ന മദ്രാസി എന്ന ചിത്രം കേരളത്തിൽ പ്രദർശനത്തിന് എത്തിപ്പിക്കുന്നത് മാജിക് ഫ്രെയിംസ് ആണ്. കഴിഞ്ഞ മണിക്കൂറിലാണ് ഈ കാര്യം മാജിക് ഫ്രെയിംസ് വെളിപ്പെടുത്തിയത്. ഒരുപാട് പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് മദ്രാസി. വലിയ വിജയമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത പിന്നെ ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ 1 കോടി രൂപ കടന്നിരിക്കുന്നു എന്നതാണ്. 1095 ഷോകളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 53,000 ടിക്കറ്റ് വിൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ഈ കണക്ക് ട്രാക്കർമാർ പുറത്തുവിട്ടത്. 1 കോടിക്ക് മുകളിൽ കളക്ഷൻ 2 ദിവസം മുന്നേ തന്നെ ഹൃദയപൂർവ്വം എന്ന സിനിമ സ്വന്തമാക്കി എന്നത് തീർച്ചയായും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അതുപോലെ ലോക എന്ന ചിത്രം, കല്യാണി പ്രിയദർശൻ, നസ്ലൻ ഇവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഈ ചിത്രം പ്രീ ബുക്കിങ്ങിലൂടെ ഏതാണ്ട് 735 ഷോയിൽ നിന്ന് 22,000-ഓളം ടിക്കറ്റ് വിറ്റ് ഏതാണ്ട് 39 ലക്ഷം രൂപ സ്വന്തമാക്കിയിരിക്കുന്നു. മറ്റൊന്ന് ഹൃദയപൂർവ്വം ട്രെയിലറിനെ കുറിച്ചാണ്. ഹൃദയപൂർവ്വം ട്രെയിലർ കഴിഞ്ഞ മണിക്കൂറിലായിരുന്നു ഇറങ്ങിയിരുന്നത്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. എങ്കിൽ അവസാനത്തെ ലാലേട്ടൻ്റെ ഷോട്ടായ എൻ്റെ ദൈവമേ എന്നുള്ള ഷോട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ട്രെയിലർ കണ്ടു പോലെ ആവില്ല ചിലപ്പോൾ ചിത്രം, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഹൃദയപൂർവ്വം റിലീസാണ്. അതുപോലെ തന്നെ ഓണം റിലീസായി എത്താൻ പോകുന്ന മേനെ പ്യാർ ക്യാ എന്ന പുതുമുഖങ്ങളുടെ ചിത്രം UA 13+ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നു. ആക്ഷൻ, ഡ്രാമ, കോമഡി വിഭാഗത്തിൽപ്പെട്ട ഈ ചിത്രം ഒരുപാട് പ്രതീക്ഷകളാണ് നൽകുന്നത്. തലവര എന്നൊരു നല്ല ചിത്രം കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ റിലീസായിരുന്നു. ഒരു നല്ല ചിത്രമായിട്ട് കൂടി ഓഡിയൻസ് കുറവായിരുന്ന ആ ചിത്രത്തിന് ഇപ്പോൾ പതിയെ ഓഡിയൻസ് കൂടിയിരിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തലവര എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് 25 ലക്ഷം രൂപയാണ്. ഓർക്കുക, തലൈവർ രജനീകാന്തിൻ്റെ കൂലി എന്ന ചിത്രം വെറും 16 ലക്ഷം രൂപയെ സ്വന്തമാക്കിയിട്ടുള്ളൂ. അപ്പോൾ തലവരയ്ക്ക് പതിയെ ആളുകൾ കയറുന്നു എന്നത് ഒരു സിനിമാ സ്നേഹി എന്ന നിലയ്ക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. ദിലീഷ് പോത്തൻ്റെ അടുത്ത പുതിയ പ്രൊജക്ട് ഫഹദ് ഫാസിലിൻ്റെ കൂടെയാണെന്ന് വിവരം പുറത്തു വരുന്നു. ഈ കൂട്ടുകെട്ട് വലിയ വിജയങ്ങളാണ് മലയാളത്തിൽ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഷൂട്ടിംഗ് അടുത്ത വർഷത്തോടെ ആരംഭിക്കും എന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചത്. ലെജൻഡറി ഡയറക്ടർ പ്രിയദർശൻ സാർ അദ്ദേഹത്തിൻ്റെ 100ാമത്തെ ചിത്രം മോഹൻലാലിനൊപ്പമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ചിത്രത്തോടെ സിനിമയിൽ നിന്നും റിട്ടയർമെൻറ്റ് എടുക്കുന്നു എന്നും പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. ഒരുപാട് ഹിറ്റ് സിനിമകൾ മലയാളത്തിന് സമ്മാനിച്ച കൂട്ടുകെട്ടാണ് മോഹൻലാൽ പ്രിയദർശൻ എന്നുള്ളത്. ഏതായാലും ഈ 2026 ഷൂട്ടിംഗ് ആരംഭിക്കുന്ന ഈ ചിത്രം വലിയ വിജയമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബബ്ബ എന്ന ദിലീപ് ചിത്രത്തിൻ്റെ ഫെസ്റ്റിവൽ മൂഡിലുള്ള സോങ് വിനീത് ശ്രീനിവാസൻ അഭിനയിക്കുന്നു. ഈ സോങ്ങിൽ ദിലീപും മോഹൻലാലും ഒന്നിച്ച് ചുവടുവെക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന പ്രണവ് മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ ട്രെയിലർ 27-ാം തീയതി രാവിലെ 10:30 മണിക്ക് റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. വ്യത്യസ്ത മേക്കും കൊണ്ട് മലയാളത്തിൽ ചരിത്രം സൃഷ്ടിച്ച ആളാണ് രാഹുൽ സദാശിവൻ. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മയുഗമൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ പുതിയൊരു വ്യത്യസ്ത ശൈലിയായിരിക്കും ഈ ചിത്രമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഓണത്തിന് നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ചിത്രം ഏതാണ്? കമൻറ്റുകൾ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷകളും പങ്കുവെക്കൂ. ചാനൽ ഇതുവരെ സബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി സബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.